ഹായ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിതൊരു കുടിരിക്കലിന് പോവുകയാണ്. അപ്പോൾ ഒരു കുഞ്ഞ് വീഡിയോ ആയിട്ട് എടുക്കാമെന്ന് എഴുതിയതാണ്. അപ്പോൾ ഞങ്ങൾ പോയിട്ട് വരാം. അപ്പോൾ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്, പോകാൻ റെഡിയായി. ഇത് അമ്മയും അച്ഛനുമാണ്. അവർ വീട് വെച്ചൊക്കെയാണ് പോണത്. അമ്മേൻ്റെ ആങ്ങളേൻ്റെ മോളത് ചെക്കൻ്റെ വീട് കാണാൻ പോവാണ്. ഇത് ആനന്ദും മൂത്തച്ഛൻ്റെ മോനാണ്, ഓനും പോകുന്നുണ്ട്. അപ്പോൾ മാമനെ വിളിച്ച് പറഞ്ഞിരുന്നു മഞ്ചേരി നെല്ലിപ്പറമ്പ് നിന്നാൽ മതി, അവരാദ്യം വരുമെന്ന് പറഞ്ഞു. അപ്പോൾ അവരെ വെയിറ്റ് ചെയ്ത് അവർ വന്ന് അതിൽ കയറി പോയതിന് ശേഷമാണ് നമ്മൾ തിരിച്ച് പോകുന്നത്. കുടിരിക്കലുള്ളത് മേലാറ്റൂർ എടപ്പറ്റയാണ്. മേലാറ്റൂർ എത്തണ്ട, അതിൻ്റെ മുന്നേ ആയിട്ട് തിരിഞ്ഞു പോകണം. പിന്നെ വഴി ഞങ്ങൾക്ക് ശരിക്കും അറിയില്ല കേട്ടോ, വിളിച്ചൊക്കെ ചോദിക്കണം. ഒരു പ്രാവശ്യമാണ് പോയിട്ടുള്ളൂ, ഓളെ കല്യാണത്തിൻ്റെ അന്ന്. അപ്പോൾ വഴി ശരിക്കും അറിയില്ല. പിന്നെ പാണ്ടിക്കാട് എത്തിയിട്ടുണ്ട് നമ്മൾ. ഇതെൻ്റെ അമ്മേൻ്റെ വീട്ടിലേക്ക് പോണ വഴിയാണ്, കക്കുളം എന്നാണ് ഇങ്ങോട്ട് പറയുക. അപ്പോൾ ഞങ്ങൾ വിളിച്ച് ചോദിച്ച് പോയിട്ടും തെറ്റി ഞങ്ങൾക്ക് വഴി കുറച്ചൊരു നീളം പോയി. പിന്നെ കുട്ടച്ഛൻ കയറി വന്നു തിരിയണേൻ്റെ അവിടേക്ക്. ഇത് കുട്ടച്ഛനാണ് കേട്ടോ. പിന്നെ ഇത് വലിയച്ഛൻ, അച്ഛൻ. എന്നിട്ട് ഓളാണ് വാനുവാണ് വഴി പറഞ്ഞത്, എന്നിട്ട് അവിടെ തിരിയാന്നൊക്കെ ചോദിച്ചോളൂ. പിന്നത്താണ് ആ വലിയച്ഛൻ്റെ അടുത്ത് നിൽക്കുന്നത് മുത്തിൻ്റെ വലിയ മാമനാണ്, കുട്ടച്ഛൻ്റെ മോളെ. അവിടേക്ക് തിരിയാൻ ഒരു ഉള്ളിലേക്കുള്ള വഴിയായിട്ട് പെട്ടെന്ന് ശ്രദ്ധപ്പെട്ടില്ല. പിന്നെ കുട്ടച്ഛനോട് കയറി വന്ന് അങ്ങനെ തിരിയനോടെ തന്നെ കണ്ടപ്പോൾ പിന്നെ വേഗം ഞാൻ അതിൽ കയറി വേഗം പോന്നു. ഇവിടെ എത്തി. പിന്നെ ഓരോ വർത്തമാനമൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഉള്ളിൽ കയറി. ഇതാണ് മുത്ത്, കുട്ടച്ഛൻ്റെ മോള് റിജിഷ എന്നാണ് പേര്. പിന്നെ അമ്മ, ഇത് രണ്ടാമത്തെ ചെറിയ മോള് സൃജിനി എന്നാണ്, സിറ്റ് ഔട്ട്. പിന്നെ നടുക്കൊരു മോനാണല്ലോ, അവിടെ ഭക്ഷണം വിളമ്പണോടത്തും അങ്ങനെയൊക്കെ ആയിട്ട് അവനോട് എടുക്കാൻ പറ്റിയിട്ടില്ല. ഹാള്, പിന്നെ 2 റൂമാണ് കേട്ടോ ഉള്ളത്. അങ്ങനെ സിറ്റ് ഔട്ടിൽ ഇരിക്കണ ഇതും മരത്തിൻ്റെ, പിന്നെ ഹാളിലുള്ള സെറ്റ് ടീപ്പോയി, ഈ റൂമിലുള്ള കട്ടിൽ കിടക്കുക, അതൊക്കെ കുട്ടിച്ചും കൊടുത്തതാണ് അവൾക്ക്. അങ്ങനെ നമ്മൾ വീടൊക്കെ ഒന്ന് എല്ലായിടത്തും ഒന്ന് ചുറ്റി കണ്ടു. വീഡിയോ ഒന്നും ശരിക്കും എടുക്കാൻ പറ്റിയില്ല, എല്ലായിടത്തും ആളുകൾ ഇരിക്കും കിടക്കും അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഒരിക്കൊരു ഡിസ്റ്റർബൻസ് ആവണ്ടെന്ന് എഴുതിയിട്ട് നമ്മൾ അധികം വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. എല്ലായിടത്തൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടു പോന്നു. ഈ ടേബിളും കസേരയും വീട്ടിൽ നിന്ന് അച്ഛൻ കൊടുത്തതാണ്. പിന്നെ എന്താ പറയുക, ഫാമിലി ഫോട്ടോ ആണ് ഇത് കേട്ടോ. അവൾക്ക് 2 ആൺകുട്ടികളാണ്. അങ്ങനെ എല്ലാതൊന്നും ഓടിച്ച് കണ്ടു പോന്നു. അടുക്കളയിലും തന്നെ അധികം എടുത്തിട്ടില്ല, അവിടെ നിറയെ ആളുകളുണ്ടായിരുന്നു. പിന്നെ ഫുഡിൻ്റെ ഇതൊക്കെ കൊടുന്ന് വെച്ചതും അവിടെ വെള്ളം കലക്കി കൊടുക്കേണ്ടതൊക്കെ തിരക്കും ഇതൊക്കെ ആയപ്പോൾ നമ്മൾ വേഗം അവരൊന്നും ഡിസ്റ്റർബ് ചെയ്യേണ്ടത് നമ്മൾ വേഗം അവിടെ നിന്ന് പോന്നു. പിന്നെ അവിടെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അവിടെ അച്ഛനും അമ്മായിയാളും, ഇത് അച്ഛൻ 3 അമ്മായിയാളാണ് എൻ്റെ, അവരൊക്കെ ഇരിക്കേണ്ടത്. പിന്നെ ഒരു അമ്മായിൻ്റെ മോളാണ്. അപ്പോൾ അവർ ഫോട്ടോ എടുക്കുന്നു. അപ്പം ഞാൻ അതിൻ്റെ ഇടയിൽ കയറി വീഡിയോ എടുത്തതാണ്. അതിക്ക് പിന്നെ അമ്മയും ആദ്യം കൂടിയും വന്ന് നിന്നിട്ടുണ്ട്. അതൊന്നും എന്താണെന്നാവോ, നല്ല കുട്ടി, അമ്മേൻ്റെ അടുത്തും അനുവിൻ്റെ അടുത്തേക്കൊക്കെ വേഗം പോയിട്ടുണ്ട്. പിന്നെ അത് ഫുഡ് ഉണ്ടപ്പോൾ വേഗം അതിമയ്ക്ക് ചാടി കയറി വീഡിയോ ഒക്കെ എടുക്കാൻ മറന്നു. പിന്നെ ഭക്ഷണമൊക്കെ ഒന്ന് ഒതുങ്ങി നമ്മളെ വിശപ്പൊക്കെ ഒന്ന് മാറിയതിന് ശേഷമാണ് വീഡിയോൻ്റെ കാര്യം ഓർത്തത്. അപ്പോഴേക്കൊക്കെ കഴിയാറായിരുന്നു കേട്ടോ. ഞാനത് എന്നാലൊന്നും ജസ്റ്റ് അതൊക്കെ ഒന്ന് കാട്ടിയതാണ്. എന്നിട്ട് പിന്നെ ഞങ്ങൾ ഉണ്ണിമോളെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് നമുക്ക് സ്റ്റെയർ കയറി മുകളിലൊക്കെ ഒന്ന് പോയി കാണാമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഓപ്പൺ ടെറസിൻ്റെ അവിടേക്ക് കയറിപ്പോയി. കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തു. ഉണ്ണിമോൾക്കൊക്കെ ഒരു കല്യാണം ഉണ്ടോളൂ, അത് കഴിഞ്ഞിട്ടേ വരുള്ളൂ. അപ്പോൾ കുറച്ച് ലേറ്റ് ആവും എന്ന് പറഞ്ഞു. അപ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കരുതി. അങ്ങനെ ഞങ്ങൾ മുകളിലൊക്കെ കയറി കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ എടുത്തു. അതിനെപ്പറ്റി വേറെ പറഞ്ഞ് ചെറുക്കിയായിരുന്നു. അങ്ങനെ അവിടെ കുറച്ചൊക്കെ തണലുണ്ട്, മരം ചുറ്റുവട്ടവും റബ്ബർ തോട്ടമാണ്. അധികം അടുത്തൊന്നും വീടുകളില്ല, കുറച്ച് അധികം അടുത്തില്ല എന്നുള്ളൂ. എന്നാലും കുറച്ച് അപ്പുറത്തൊക്കെ അങ്ങനെ വീടുകളുണ്ട്, എന്നാലും തൊട്ടടുത്തെന്ന് പറയാൻ വീടുകളുണ്ടായിരുന്നില്ല. ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തതാണ്. പിന്നെ അബിൻ്റെ ഡാൻസ് വീഡിയോ ഒക്കെ അവിടെ നിന്ന് എടുത്തു. കുറേ നേരം അങ്ങനെ നിന്ന് ചിലവഴിച്ച് വിളിച്ചു നോക്കിയപ്പോഴും മോള് അവിടെ നിന്ന് പോന്നിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ പിന്നെ വെയിറ്റ് ചെയ്യാം, ഷിബേഡിന് ലേറ്റാവും എന്ന് ഞങ്ങൾ തിരിച്ച് പോരാൻ ഇറങ്ങി കേട്ടോ. അതിൻ്റെ ഇടയിൽ അബി അവിടെ അടുത്തൊരു വീട്ടിൽ കുറേ മീനുകളും ഇതൊക്കെ കാണാനുണ്ട് പറഞ്ഞാണ്ട് അല്ലൂനെയും ആദൂനെയൊക്കെ കൂട്ടി പോയി. അത് കണ്ട് വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടാണോ പോകുന്നത്. അങ്ങനെ ഒക്കെ കണ്ട് ഞങ്ങൾ പിന്നെ തിരിച്ച് വേഗം പോകുന്നുണ്ട്. അവൾ വരാൻ വഴുകുമെന്ന് പറഞ്ഞിട്ട്. പിന്നെ
വഴിക്ക് വെച്ച് പാസ് ചെയ്യണ കണ്ടു കേട്ടോ. ഞങ്ങൾ അമ്മേൻ്റെ വീട്ടിലും പോയിട്ടുണ്ട്, അമ്മമ്മേനെയും അമ്മച്ചനെയൊക്കെ ഒന്ന് കാണാൻ. ഏതായാലും അതുവഴി പോവല്ലേ, പ്രായമായിട്ടിരിക്കുക, അപ്പോൾ അവരെയൊക്കെ കണ്ട് പോരാന്ന് കരുതി. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് അവിടേക്ക് പോണ വഴിയാണിത്. നല്ല വെയിലാണ് ഇതാല്ലേ. ഒന്നും ഇങ്ങനെ നേരുന്നില്ല. ഇവിടെ നല്ല മരങ്ങളൊക്കെ ആയി നിന്നപ്പോൾ മരങ്ങളൊന്നുമില്ല. തേക്കിൻ്റെതാണ്. തേക്ക് പിന്നെ ഇലക്കൊഴിഞ്ഞ് ആദ്യമൊക്കെ മാവായിരുന്നു. നല്ല പലവിധം മാവുകളുണ്ടായിരുന്നു. മൂവാണ്ടൻ, കിളിച്ചുണ്ടൻ, കോമാങ്ങ, നാടൻ മാങ്ങ തന്നെ 2-3 ഐറ്റം. എനിക്ക് ഏറ്റവും ഇഷ്ടമായിരുന്നു കേട്ടോ മൂവാണ്ടൻ മാങ്ങ. നല്ല ടേസ്റ്റാണ് ഒക്കെ കഴിക്കാൻ, എനിക്കിഷ്ടമായിരുന്നു. പിന്നെ കുറേ മരങ്ങളൊക്കെ ആ തോടിൻ്റെ അരികു കൂടെയൊക്കെ ഉള്ളത്. അന്ന് തോട് സൈഡ് കെട്ടുന്നൊരു ഇത് വന്നിരുന്നു. അപ്പം മരം മുറിച്ച് കൊടുത്തതാണ്. പിന്നെ അതാണ് അവിടെ എത്താനായപ്പോഴേക്കിന് അതിൻ്റെ അതാണ് നിന്നു. അപ്പോൾ അതുകൊണ്ട് മരങ്ങളൊക്കെ പോയി തോട് പടുത്തതും ഇല്ലേനും. അങ്ങനെ ഞങ്ങൾ അമ്മമ്മ അവിടെ റൂമിൽ കിടക്കുന്നു. അവിടെ പോയി അമ്മച്ച അവിടെ സിറ്റിൽ അവിടെ തന്നെയായിരുന്നു കിടക്കണത്. അവിടെ നിന്ന് നെയ്ച്ചു. പിന്നെ ഇത് തൊഴുത്താണ് കേട്ടോ. പശുക്കളൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ. പശുക്കളും കോഴികളും ആടുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒന്നുമില്ല, ഒക്കെ വയ്യാതെ, അമ്മമ്മയ്ക്ക് വയ്യാതെയില്ലേ. പിന്നെ അമ്മച്ചന് ഒറ്റയ്ക്ക് കഴിയൂല. അങ്ങനെ അതൊക്കെ വേണ്ടാച്ചതാണ്. കണ്ടോ, ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് തോടുള്ളത്. തോട് കണ്ടിട്ട് അതിശയം. ഇങ്ങനെ നേരിൽ എന്ത് ഭംഗിയായിരുന്നു തോടൊക്കെ കാണാനറിയാം. ഇപ്പോൾ ആകെ കോലം കെട്ടും. പിന്നെ ഇത്ര പെട്ടെന്ന് തന്നെ വെള്ളം അതിശയപ്പെട്ടു. ഇത്ര പെട്ടെന്നൊന്നും വെള്ളം വറ്റുന്നത് അങ്ങനെ. ഇപ്പോൾ അവിടെ ഒരു കുഴിയിൽ മാത്രമേ ഉള്ളൂ വെള്ളം. അപ്പം തന്നെ വെള്ളം കഴിയലില്ല എന്നുള്ളൊരു ഓർമ്മയിൽ വരുന്നത്. ഇവിടെ ഒന്നും ചെറുതായിട്ട് ഇങ്ങനെ ഒരു ഒഴുക്കെങ്കിലും ഉണ്ടാവുമായിരുന്നു. ഇപ്പം അതൊന്നുമില്ല. അതൊന്നും അധികം ആഴമില്ലാത്ത ഇതാണ് കേട്ടോ. ഇവിടെ വെച്ച് അലക്കുകയൊക്കെ ചെയ്യുക ഞങ്ങൾ. വെക്കേഷനൊക്കെ ആയാൽ ഈ 2 മാസത്തല്ലേ, ഓണത്തിനൊക്കെ പൂട്ടി നമ്മൾ വരില്ല. അന്നൊക്കെ നല്ല വെള്ളമുള്ള ഇതല്ലേ. എന്നാലും അധികം അങ്ങോട്ടൊന്നും പോകില്ല. ഇവിടെ ഈ ആഴപ്പടത്തിൽ ഇങ്ങനെ നീന്തി കളിക്കാറുള്ളൂ. നമുക്കത് പേടി. ഇവിടേക്ക് പോകാൻ പേടിയാണ്. ഇവിടെ നല്ല ആഴമുണ്ട്. അവിടെ ഇങ്ങനെ വെള്ളം വന്ന് വീഴണ ഇതാണ്. അപ്പോൾ അവിടെ നല്ല ഇതുണ്ട്. അപ്പോൾ അവിടേക്ക് അങ്ങനെ പോകില്ല. താഴെയുള്ള അവിടെ മാത്രമേ ഉള്ളൂ ഞങ്ങൾ കളിക്കുക. ഇത് കാണാൻ വെള്ളമെല്ലാം ഇതിന് നല്ല ഭംഗിയാണ് കേട്ടോ. വെള്ളം വന്ന് ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ വന്ന് വീഴും. നമ്മളിങ്ങനെ രാത്രിയൊക്കെ കിടക്കുമ്പോൾ ആ വെള്ളം വന്ന് വീഴുന്ന ശബ്ദം ഇങ്ങനെ കേൾക്കും. ഇവിടെ ഇങ്ങനെ ഫസ്റ്റ് മഴ കിട്ടി, ഫസ്റ്റ് വെള്ളം കയറുന്ന ടൈമിൽ നല്ല മീൻ കിട്ടും കേട്ടോ. അവിടെ മുണ്ട് കിട്ടും. എന്നിട്ട് അതിക്ക് മുണ്ടയ്ക്ക് വന്നാണ്ട് ഇങ്ങനെ മീൻ വന്ന് വീഴുന്നൊക്കെ അമ്മ പറയും. ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഇതുവരെ. നമുക്ക് ആ ടൈമിലൊന്നും വന്ന് നിൽക്കില്ലല്ലോ. സ്കൂൾ തുറങ്ങുന്ന ടൈമിലൊക്കെ വലിയ മഴ ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ കണ്ട് ഓർമ്മയിലില്ല എൻ്റെ കയ്യിൽ. അമ്മയ്ക്ക് നല്ല ഓർമ്മയാണ്. എല്ലാ മീനുകളും വന്നിങ്ങനെ ചാടണം ഇങ്ങനെ കാണാറിയും. അപ്പോൾ ആ സ്ഥലമാണിത്. ഇവിടെ വന്നിങ്ങനെ ഇവിടെ ഈ ഭാഗത്ത് കെട്ടി വെള്ളം വന്ന് ചാടുന്നിടത്തേക്ക് ഇങ്ങനെ തെറിക്കുന്നറിയും. അപ്പോൾ അതൊക്കെ കണ്ട് ഞങ്ങൾ കയറി പോരുകയാണ്. തോടിനൊക്കെ നല്ല മാറ്റമുണ്ട് കേട്ടോ. അങ്ങനെ നീന്തൽ നല്ല ഭംഗിയുള്ള സ്ഥലമായിരുന്നു. അപ്പോൾ അതൊക്കെ മാറ്റം വന്ന പോലെ തോന്നും. പിന്നെ ഇങ്ങനെ കയറി പോകുന്ന ഇവിടെ ഒരു വലിയ കിണറുണ്ടായിരുന്നു. പൊട്ടക്കിണർ അറിയും ഞങ്ങൾ. പൊട്ടിപ്പൊളിഞ്ഞാകെ ഇതായി നല്ല ആഴമുണ്ടായിരുന്നു. എന്നിട്ട് ഇവിടെ ഇപ്പോൾ അതൊക്കെ തൂർത്തിട്ടുണ്ട്. 2 തെങ്ങും തൈ വെച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്ത് തൂർത്തിട്ടുള്ളൂ. അധികമൊന്നും ഞങ്ങളൊക്കെ ആയെന്നൊക്കെ ഉണ്ടായിരുന്നിട്ട് അമ്മമാർ അരിക്കൂ കൂടെ ഞങ്ങൾ നിൽക്കാൻ ചെയ്യില്ല. ഈ കൈക്കൂടെ ഒന്നും പോയാണ്ട് അതിക്ക് ചാടണ്ട അതോ പറയും. കിട്ടൂല അതൊക്കെ പറഞ്ഞ് പേടിപ്പിക്കും. ഞങ്ങൾ അമ്മമ്മേനോടൊക്കെ യാത്ര പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി കുറച്ച് നേരം ഇരുന്നിട്ടുള്ളൂ. ഞങ്ങൾ തിരിച്ച് പോകുന്ന ചെറാങ്കൂത്ത് കൂടെയാണ്. അപ്പോൾ ഇവിടെ ഒരു കോറിയിൽ നിറയെ ആമ്പലിൻ്റെ മുട്ട ഇങ്ങനെ കൂമ്പി നിൽക്കുന്നുണ്ട്. കാണാൻ ഇറങ്ങാൻ വെയിലാണ്. പിന്നെ അവിടെ കുറേ ആൾക്കാരെ കണ്ടപ്പോൾ ഞങ്ങൾ ഇറങ്ങാതെ പോന്നു. അപ്പോൾ നമ്മളെ വീട്ടിലേക്ക് പോകേണ്ട വഴിയാണിത്. അപ്പോൾ നമ്മൾ എത്തിയിട്ടുണ്ട്. വീട് എത്താനായിട്ടുണ്ട്. ഇനി ഒരു ഇറക്കം പോലത്തെ ഇതാണ് കേട്ടോ. ഒരു കുത്തന ഇറക്കമാണ്. അപ്പോൾ ഇതാ എത്തി. ഞങ്ങൾ എത്തുന്നതിൻ്റെ മുന്നേ തന്നെ അമ്മയൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പിന്നെ കക്കോട്ടൊക്കെ പോയിട്ടല്ലേ വന്ന്. കുറച്ച് 4:30 ആയപ്പോഴേക്ക് ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്. എന്നാലും എന്താ വെയിലില്ലേ. അപ്പോൾ ഇതാണ് വീട്. എല്ലാവരും വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഞങ്ങളുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.